കൊല്ലപ്പെട്ട ആതിരയും കൊലയാളി ജോൺസണുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു എന്നത് ഭർത്താവിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് പോലീസ്. കുടുംബത്തെ ഉപേക്ഷിച്ച് ജോൺസൺ ഔസേപ്പിനൊപ്പം പോയാൽ കുഞ്ഞിനെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യുമെന്ന് പൂജാരിയായ ഭർത്താവ് യുവതിയോട് പറഞ്ഞിരുന്നതായി പോലീസ്. രഹസ്യബന്ധത്തിന്റെ വിവരം ബന്ധുക്കളെ ഭർത്താവ് അറിയിക്കാതിരുന്നത് അപമാനഭാരത്താലാണ്. രഹസ്യബന്ധത്തെക്കുറിച്ച് സൂചന ലഭിച്ച ആതിരയുടെ പിതാവ് ജോൺസണെ നേരത്തെ മർദ്ദിച്ചതായും കണ്ടെത്തലുണ്ട്. ഡാൻ കുര്യൻ ചേർന്നു. ഡാന്, വിവരങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ്? വളരെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം ജോൺസൺ ചെയ്തു എന്നതിന് കാരണം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അതിലൂടെ കുടുംബം അറിഞ്ഞിരുന്നു. അത്തരത്തിൽ ജോൺസനെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ജോൺസൺ ഔസേപ്പിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് നിർണായകമായ ചില മൊഴികൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനിടെ പ്രതിയെ തിരിച്ചറിയുന്നതിനു വേണ്ടി ജോൺസൺ ഔസേപ്പിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ആതിരയുടെ മാതാപിതാക്കളെയും ഭർത്താവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് അരമണിക്കൂർ മുമ്പ് എത്തിച്ചിട്ടുണ്ട്. അവർ പ്രതിയെ തിരിച്ചറിഞ്ഞതായാണ് വിവരം. പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. അതിനുവേണ്ടി ചിറയിൻ കീഴിൽ നിന്നാണ് സ്റ്റീൽ കത്തി വാങ്ങിയതെന്ന് പ്രതി അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഈ കത്തിയടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അത് തുടർ നടപടികളുടെ ഭാഗമായി നടത്തുന്ന പരിശോധനയിലായിരിക്കും ഈ കത്തി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധന നടക്കുക. പ്രധാനമായി ഈ യുവതിയുടെ ഭർത്താവിന് ഇവർ തമ്മിലുള്ള രഹസ്യബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. ഭർത്താവ് ഇക്കാര്യം യുവതിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജോൺസണൊപ്പം ഇറങ്ങിപ്പോകാനുള്ള ഒരു നീക്കം യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ താൻ കുഞ്ഞിനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യുമെന്ന് പൂജാരിയായ ഭർത്താവ് യുവതിയോട് വെളിപ്പെടുത്തിയിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഈ ജോൺസനെ ചോദ്യം ചെയ്യുന്നതിന് ലഭിച്ച വിവരം. അതുകൊണ്ടാണ് ആതിര അങ്ങനെയൊരു ഉദ്യമത്തിന് മുതിരാതെ ഇരുന്നത്. അതിൽ പക്ഷേ താൻ പ്രകോപിതനായി പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു രഹസ്യബന്ധമുണ്ട് എന്നുള്ള കാര്യം ആതിരയുടെ മാതാപിതാക്കൾ അറിയുകയും ആതിരയുടെ അച്ഛൻ ജോൺസനെ പ്രകോപനത്തോടെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭ്യമാകുന്ന വിവരം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ പ്രകോപനത്തിലേക്ക് നയിച്ചിരുന്നു. അങ്ങനെ സംഭവ ദിവസം പുലർച്ചെ 6:30 ആതിരയുടെ വീട്ടിലെത്തുകയും അവിടെ ഈ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഈ കൊലപാതകം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് കണ്ടെത്തി തന്ത്രപൂർവ്വം ചായ എടുക്കാനായി യുവതിയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന സ്റ്റീൽ കത്തി കട്ടിലിനടിയിൽ ഒളിപ്പിക്കുകയായിരുന്നതും പിന്നെ കിടപ്പുമുറിയിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം യുവതിയുടെ കഴുത്തിൽ ആഴത്തിൽ മരണപ്പെടുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ സ്റ്റീൽ കത്തി കഴുത്തിൽ കുത്തിയിറക്കിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം വിശദമായി ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കത്തില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇവിടെ നിന്ന് അല്പസമയത്തിനകം ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. അതിനുശേഷം ആറ്റിങ്ങൽ കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്ന് പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് അവിടെ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും ഏതാണ്ട് 2 മണിക്കൂറായി ഇപ്പോൾ പ്രതിയെ വിശദമായി തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാന, ചോദ്യം ചെയ്യൽ ഏതായാലും കുടുംബം ഈ തരത്തിലുള്ള ഭീഷണിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ കൊലപാതകം നടത്തിയത് ജോൺസൺ തന്നെയാണ്, മറ്റാർക്കും ഇതിനകത്ത് പങ്കില്ല എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് പോലീസ് ഈ മിനിറ്റ് വരെ, അല്ലേ? തീർച്ചയായിട്ടും കൃത്യമായ ആസൂത്രണത്തോടെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ജോൺസൺ ഔസേപ്പ് അന്നേ ദിവസം കഴരകുളത്തെ ഈ വീട്ടിലേക്ക് എത്തിയത് എന്ന കാര്യം പോലീസ് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയത്തിനകം ജോൺസൺ ഔസേപ്പുമായി അന്വേഷണ സംഘം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 2 മണിക്കൂറായി ചോദ്യം ചെയ്യൽ കഠിനക്കുളം പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ റൂറൽ SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അല്പസമയത്തിന് അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർ കൂടി എത്തും. അതിനുശേഷമായിരിക്കും ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ
ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സ് വിശദീകരിക്കുക. എന്തായാലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. കാരണം കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് പോലീസ്. മാത്രവുമല്ല വലിയ തരത്തിൽ ഇതിനോടകം തന്നെ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് വലിയ ആൾക്കൂട്ടമുണ്ട്. ഈ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചാൽ അവിടെയും ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് നയിക്കാനിടയുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തെളിവെടുപ്പ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി അന്വേഷണ സംഘം പ്രതിയുമായി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറും. ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ആറ്റിങ്ങൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജോൺസൺ ഔസേപ്പിനെ ഹാജരാക്കുക. പിന്നീട് കസ്റ്റഡി അപേക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തുടർ നടപടികളുമായി മുമ്പോട്ട് പോയാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. കൃത്യമായ ആസൂത്രണത്തോടെ തനിക്കൊപ്പം ഭർത്താവിനെയും മകനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഇറങ്ങി വരാൻ കൂട്ടാക്കാതിരുന്ന ആതിരയെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് കഠിനംകുളത്തുള്ള അവരുടെ വീട്ടിലെത്തി ഈ കൊലപാതകം നടത്താൻ ജോൺസൺ തീരുമാനമെടുത്തതെന്നാണ് പോലീസിന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. കഠിനംകുളം കൊലപാതകത്തിൽ ജോൺസൺ ഔസേപ്പിനെ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പ്രതി തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്, മറ്റാർക്കും ഈ കൊലപാതകത്തിന് പങ്കില്ല. അപ്പോഴും ഈ വിഷയം നേരത്തെ ആതിരയുടെ കുടുംബം അറിഞ്ഞിരുന്നു, ആതിരയുടെ ഭർത്താവ് ഈ കാര്യം അറിഞ്ഞിരുന്നു. അങ്ങനെ ആതിര ജോൺസണിനൊപ്പം പോകുകയാണെങ്കിൽ കുഞ്ഞിനെ കൊന്ന് താനും ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണിയും ആതിരയുടെ ഭർത്താവ് നടത്തിയിരുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഒപ്പം ആതിരയുടെ പിതാവ് ജോൺസണെ നേരത്തെ മർദ്ദിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഈ രഹസ്യബന്ധം നേരത്തെ പുറത്തിറങ്ങിയതാണ് എന്ന് പറയുന്നിടത്ത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ആസൂത്രിത നീക്കമല്ല ഇതിനകത്ത് നടന്നത് എന്നുകൂടി വ്യക്തമാകുകയാണ്. ഡാനിലേക്ക് വീണ്ടും. ഡാൻ, ഇപ്പോൾ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുമോ? ചോദ്യം ചെയ്യൽ അത് എത്ര സമയമായി തുടരുന്നു? അത് പൂർണ്ണമാകാറായിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ടോ? ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ചോദ്യം ചെയ്യൽ അകത്ത് പുരോഗമിക്കുക തന്നെയാണ്. പക്ഷേ ഈ പ്രതിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദീർഘമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കടക്കാത്തതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ വൈകിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം ആരോഗ്യ പ്രശ്നങ്ങൾ ആശങ്കപ്പെടേണ്ട നിലയിലില്ല എന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ നിന്ന് പോയ കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ കൈമാറിയത്. അവിടെ നിന്ന് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റുമായി ഇന്നലെ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോലീസ് സംഘം മംഗലപുരം സ്റ്റേഷനിലേക്കാണ് ആദ്യം എത്തിയത്. അവിടെ നിന്നാണ് പ്രതിയെ അതീവ രഹസ്യമായി ഇന്ന് പുലർച്ചെ കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കാരണം വലിയ തരത്തിൽ ഇത് വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഭവമാണ്. മാത്രവുമല്ല ഈ പ്രദേശത്ത് ഒരു ആളുകൾ വൈകാരികമായി പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടകം പ്രതിയുമായി പോകുന്ന വഴികളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ സമീപ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് കഠിനംകുളം സ്റ്റേഷനിലേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കനത്ത പോലീസ് വലയത്തിൽ തന്നെയായിരിക്കും പ്രതിയുമായി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്കും തുടർന്ന് കോടതിയിലേക്കും എത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ റൂറൽ എസ്.പി കൂടി ഈ സ്റ്റേഷനിൽ എത്തി നടപടികൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കാം തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് സൂചന. എന്തായാലും ഈ മറ്റെന്തെങ്കിലും പ്രകോപനങ്ങൾ, അതായത് ഇപ്പോൾ പ്രതി പറയുന്ന ഈ പ്രകോപനത്തിലേക്ക് നയിച്ച സാഹചര്യം ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം കടന്നുവരാൻ ആതിര കൂട്ടാക്കാതിരുന്നതാണ് ഇങ്ങനെയൊരു നിഷ്ഠൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യത കൈവരേണ്ടതുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അകത്ത്
ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ആതിരയുടെ മാതാപിതാക്കളും ഭർത്താവും പോലീസ് സ്റ്റേഷനുള്ളിലുണ്ട്. 1 മണിക്കൂർ മുമ്പാണ് അവരെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. തലയിൽ കറുത്ത തുണി ഇട്ട് ഇവർക്ക് അടുത്തെത്തിച്ച ജോൺസൺ ഔസേപ്പിനെ 3 പേരും തിരിച്ചറിഞ്ഞതായാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തും. നേരത്തെ ജോൺസൺ ഔസേപ്പ് രഹസ്യമായൊരു ബന്ധം തന്റെ മകളുമായി ഇങ്ങനെ സൂക്ഷിച്ചിരുന്നുവെന്ന കാര്യം അറിഞ്ഞ യുവതിയുടെ അച്ഛൻ ഇയാളെ പ്രകോപിതനായി മർദ്ദിച്ചിട്ടുണ്ട് എന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രകോപനത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകം നടത്തുകയെന്ന കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കഠിനംകുളത്തെത്തിയത് എന്നതിന് പോലീസിന് ഇപ്പോൾ തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇയാളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന മൊഴിയാണ്. ആ മൊഴിയിൽ പറയുന്നത് ചിറയിൻ കീഴിൽ നിന്ന് സ്റ്റീൽ കത്തി, അതായത് പുതിയൊരു സ്റ്റീൽ കത്തി വാങ്ങി അത് കൈവശം വെച്ചുകൊണ്ടാണ് കഠിനംകുളത്തേക്ക് എത്തിയതെന്നാണ്. സംഭവ ദിവസം രാവിലെ വീട്ടിലെത്തിയതിനു ശേഷം ഇവരുടെ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയം അത് ഉറപ്പുവരുത്തി. അതിനുശേഷം ചായ ഇടാൻ ആവശ്യപ്പെടുന്നു. ചായ ഇടാൻ അടുക്കളയിലേക്ക് യുവതി പോയ സമയത്ത് കയ്യിൽ കരുതിയിരുന്ന ഈ സ്റ്റീൽ കത്തി കിടപ്പുമുറിക്ക് ഉള്ളിലെ കട്ടിലിന്റെ അടിയിൽ അത് തിരികെ വെക്കുകയായിരുന്നു. വളരെ കൃത്യമായാണ് ഇത് ഈ വിവരങ്ങൾ നൽകിയത്. കഠിനംകുളം കൊലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്.